2007 പുറത്തിറങ്ങിയ താരേ സമീൻ പർ എന്ന ചിത്രത്തിന്റെ തുടർച്ചയായി ആമിർ ഖാൻ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് സിതാരേ സമീൻ പർ. ബോളിവുഡ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം തിയേറ്ററുകളിലെത്തിയതിനു പിന്നാലെ മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് നേടുന്നത്. ലാൽ സിംഗ് ചദ്ദയുടെ പരാജയത്തിന് ശേഷം ആമിർ ഖാൻ ചെയ്യുന്ന ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് സിതാരേ സമീൻ പർ. OTT റിലീസ് വേണ്ടെന്ന് വെച്ച് തിയേറ്ററുകളിൽ മാത്രമായാണ് സിതാരേ സമീൻ പർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ജൂൺ 20 റിലീസ് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം നടത്തുന്നുവെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 150 കോടിയാണ് സിതാരേ സമീൻ പർ ഇതിനകം നേടിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 109.18 കോടി രൂപയും ചിത്രം നേടിയിട്ടുണ്ട്. ചിത്രം ആദ്യ ദിനത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയത്. എന്നാൽ പിന്നീട് ബോക്സ് ഓഫീസിൽ കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആദ്യ ദിനം 10.7 കോടി രൂപയാണ് സിതാരേ സമീൻ പർ കളക്ട് ചെയ്തത്. രണ്ടാം ദിനത്തിൽ 88.79% കളക്ഷൻ ഉയർന്നു. ആമിർ ഖാൻ നായകനായ ലാൽ സിംഗ് ചദ്ദ ഒരാഴ്ചയിൽ 61.36 കോടിയാണ് ഇന്ത്യയിൽ നിന്ന് നേടിയത്. ഈ റെക്കോർഡാണ് 3 ദിവസം കൊണ്ട് സിതാരേ സമീൻ പർ മറികടന്നിരിക്കുന്നത്. ചിത്രം റിലീസായതിനു പിന്നാലെ ആമിർ ഖാന്റേത് തെറ്റായ ചോയ്സാണെന്ന് ആരാധകർ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇത് മാറിമറിയുന്ന കാഴ്ചയാണ് കണ്ടത്. താരേ സമീൻ പറിന്റെ കഥയും സംവിധാനവും നിർവഹിച്ചത് ആമിർ ഖാൻ തന്നെയാണ്. ആമിർ ഖാൻ തന്നെയാണ് ചിത്രം നിർമ്മിച്ചതും. എന്നാൽ സിതാരേ സമീൻ പർ സംവിധാനം ചെയ്യുന്നത് RS പ്രസന്നയാണ്. സിതാരേ സമീൻ പർ സ്പാനിഷ് ചിത്രം ചാമ്പ്യൻസിന്റെ ഹിന്ദി റീമേക്കായി ഒരുക്കിയതാണെങ്കിലും താരേ സമീൻ പറിന്റെ തുടർച്ചയെന്നോണമാണ് തിയേറ്ററുകളിൽ എത്തിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ആമിറിനൊപ്പം ജെനീലിയ ഡിസൂസയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. ആമിർ നായകനായി ഈ പ്രദർശനത്തിന് മുൻപ് വന്ന ലാൽ സിംഗ് ചദ്ദ പരാജയപ്പെട്ടിരുന്നു. ചിത്രത്തിലെ തന്റെ പ്രകടനം മോശമായിരുന്നുവെന്ന് നടൻ ആമിർ ഖാനും സമ്മതിച്ചിരുന്നു. അതിനാൽ തന്നെ സിതാരേ സമീൻ പറിൽ താൻ തെറ്റുകൾ തിരുത്തിയിട്ടുണ്ടെന്നും മികച്ച ചിത്രമാകും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയെന്നും ആമിർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ യാഥാർത്ഥ്യമാക്കുന്ന തരത്തിൽ തന്നെയാണ് സിനിമയുടെ പ്രദർശനം ഇപ്പോൾ മുന്നോട്ടു പോകുന്നതും. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.